അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഖുറൈശി പ്രമാണിയുടെ കഥ പറഞ്ഞു തരാം. പേര് ആസ്. ഒട്ടകപ്പുറത്ത് ചരക്കുമായി വന്ന ഒരു കച്ചവടക്കാരനെ ആസ് കണ്ടു. ചരക്ക് കണ്ടപ്പോൾ വാങ്ങാൻ മോഹം. നിങ്ങളുടെ പേരെന്താണ്? ആസ് കച്ചവടക്കാരനോട് ചോദിച്ചു. എൻ്റെ പേര് സുബൈദി. കച്ചവടക്കാരൻ പേര് പറഞ്ഞു. കച്ചവട ചരക്ക് പരിശോധിച്ച ശേഷം ആസ് പറഞ്ഞു, നിങ്ങളുടെ ചരക്ക് എനിക്ക് വേണം, വില പറയൂ. സുബൈദി വില പറഞ്ഞു. ആസ് സമ്മതിച്ചു. ചരക്ക് കൈമാറി. പണം റൊക്കം തരാനില്ല, കടം തരണം. ആസ് നേതാവാണ്, പ്രസിദ്ധനും ധനികനുമാണ്. പണം ഉടനെ കിട്ടുമെന്നായിരുന്നു സുബൈദിയുടെ പ്രതീക്ഷ. കടം പറഞ്ഞപ്പോൾ വിഷമം തോന്നി, എങ്കിലും സമ്മതിച്ചു. അവധിയും പറഞ്ഞല്ലോ, പറഞ്ഞ അവധിക്ക് പണം കിട്ടുമെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ മടങ്ങിപ്പോയി. നിശ്ചിത ദിവസം സുബൈദി ആസിൻ്റെ വീട്ടിലെത്തി. എൻ്റെ ചരക്കിൻ്റെ വില തന്നാലും, സുബൈദി വിനയപൂർവ്വം അപേക്ഷിച്ചു. പ്രിയപ്പെട്ട സുബൈദി, പണമൊന്നും വന്നില്ലല്ലോ, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. ആസ് മറ്റൊരു അവധി പറഞ്ഞു. സുബൈദി എന്തു പറയും? ശക്തനായ നേതാവില്ലേ ആസ്. സുബൈദി മടങ്ങിപ്പോയി. വളരെ ദുഃഖത്തോടെ പലതവണ സുബൈദി വന്ന് ആസിനെ കണ്ടു. പണം കിട്ടിയില്ല. നിരാശനായ കച്ചവടക്കാരൻ പല ഖുറൈശി നേതാക്കളെയും കണ്ടു. അവരോട് പരാതി പറഞ്ഞു. ആരും സുബൈദിയുടെ ദുഃഖം കണ്ടില്ല. പ്രമുഖനായ ആസിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ അവരാരും തയ്യാറായില്ല. സുബൈദി നിരാശനായി. ഇനി ആരോട് പറയും? ചില തറവാട്ടുകാരെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു. ആസിൻ്റെ കയ്യിൽ നിന്നും ചരക്കുകളുടെ വില വാങ്ങിത്തരണം. അവരിൽ ചിലരുടെ മനസ്സലിഞ്ഞു. മക്കാരനല്ലാത്ത ഒരാളാണ് സുബൈദി. അക്കാരണം കൊണ്ട് ഇത്രയും ക്രൂരത കാണിക്കാമോ? ഇത് അക്രമമല്ലേ? സുബൈദിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചില തറവാട്ടുകാർ യോഗം ചേർന്നു. ഹാഷിം, മുത്തലിബ്, അസദ്, സുഹറ എന്നീ തറവാട്ടുകാരാണ് ഒത്തുകൂടിയത്. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന പ്രമുഖന്റെ വീട്ടിൽ അവർ സമ്മേളിച്ചു. കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. സുബൈദിയുടെ അവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. അൽ അമീൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആക്രമിക്കപ്പെട്ടവനെ നാം സഹായിക്കും, അവൻ മക്കാരനോ വിദേശിയോ ആരാകട്ടെ, യോഗം പ്രഖ്യാപിച്ചു. നേതാക്കൾ ഒന്നിച്ചിറങ്ങി. സുബൈദിനെയും കൂട്ടി നേരെ നടന്നു ആസിന്റെ വീട്ടിലേക്ക്. ആസ്, താങ്കൾ ഖുറൈശി പ്രമുഖരാണ്. ഒരു കച്ചവടക്കാരൻ്റെ ചരക്ക് വാങ്ങിയിട്ട് വില നൽകാതിരിക്കുക അത് അക്രമമാണ്. മര്യാദക്ക് സുബൈദിയുടെ ചരക്കിൻ്റെ വില നൽകൂ. ചരക്കിൻ്റെ വില നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കും. ഇത് നിസ്സാര കാര്യമല്ല. ആസ് പിന്നെ മടിച്ചു നിന്നില്ല. സുബൈദിക്ക് പണം നൽകി. അൽ അമീൻ വളരെ സന്തോഷവാനായിരുന്നു. ആക്രമിക്കപ്പെട്ട സുബൈദിയുടെ അവകാശത്തിന് വേണ്ടി രംഗത്തിറങ്ങിയവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്തെ പ്രശംസിക്കാറുണ്ടായിരുന്നു. മറക്കാനാവാത്ത സംഭവമായിരുന്നു അത്. ആക്രമിക്കപ്പെട്ടവൻ്റെ അവകാശം നേടിയെടുക്കാനുള്ള ധീരമായ സംരംഭം, ധീരമായ പ്രതിജ്ഞ. ഇസ്ലാമിക കാലത്തും അതിന് പ്രസക്തിയുണ്ട്. സ്വഹാബികൾ ഈ സംഭവം അഭിമാനപൂർവ്വം തങ്ങളുടെ കൂട്ടുകാരെ അറിയിച്ചു. അങ്ങനെ സംഭവം പ്രസിദ്ധമായി തീർന്നു. ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.